കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. ഇന്നിപ്പോൾ വീണ്ടും ഉദയാസ്തമന പൂജ തുടങ്ങി. ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു, കുറേ കാലമായിട്ട് നിർത്തിവെച്ചിരുന്നല്ലോ. അപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ തുടങ്ങി. ഇനിയിപ്പോൾ തിങ്കൾ ബുധൻ വെള്ളി അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഗുരുവായൂർ ദർശനത്തിന് വരുന്ന ആളുകളൊക്കെ ഉദയാസ്തമന പൂജയായിരിക്കും, അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. അങ്ങനെ എന്തായാലും ആ ഉദയാസ്തമന പൂജയൊക്കെ കഴിഞ്ഞിട്ടുള്ള സന്തോഷത്തിലാവും ഇന്നിപ്പോൾ ഗുരുവായൂരപ്പൻ ആ ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ ഒന്ന് വന്ന് പ്രദർശനം ചെയ്യാം. ഒപ്പം ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അതൊക്കെ കണ്ട് നമുക്കങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ട് ഗണേശനെ കണ്ട് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം അവിടുന്ന് തൊഴുത് നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരികയാണ്. അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കിടാവിളക്കൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് വലതേ വശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ചതുർവാഹമായ വിഗ്രഹത്തിൽ ആ കളഭം കൊണ്ടുള്ള അലങ്കാരം ഇങ്ങനെ കാണുക. എന്ത് രസമാണെന്നറിയോ. ഉണ്ണിക്കണ്ണൻ്റെ 2 കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്. അതെങ്ങനെ വെച്ചാൽ ഒന്നിങ്ങനെ പിണച്ച് വെച്ചിട്ടുണ്ട്, കാല് പിണച്ച് വെച്ചിട്ടാ. അങ്ങനെ നോക്കി മുകളിലേക്ക് ഇങ്ങനെ നോക്കി, ചെറിയ ഉണ്ണി കേട്ടോ, 1-2 വയസ്സിൻ്റെ ഉള്ളിലേ ഉള്ളൂ, ചെറിയൊരു ഉണ്ണിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, അരമണി ചാർത്തിയിട്ടുണ്ട്, കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കഴുത്തിൽ, മനോഹരമായ കഴുത്തിൽ ഒരു വളയം പോലത്തെ മാല ഉണ്ട്, ഒരു മുല്ലമൊട്ട് മാലയുണ്ട്. അതിൻ്റെ നടുക്കായിട്ടൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അങ്ങനെ കൈപ്പാത്തികൾ കാണാണ്ട് കൈവളകൾ അണിഞ്ഞിട്ടുണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. 2 കൈ കൊണ്ടും കൂടി ചെറിയൊരു പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കുകയാണ്, ചുണ്ടോട് ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ ആ തൃക്കാല് പണച്ച് വെച്ചിട്ട് 2 കൈ കൊണ്ടും പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കുന്ന നമ്മുടെ ചെറിയ പൊന്നുണ്ണിക്കണ്ണനാണ്. ചെറിയ ഉണ്ണിക്കണ്ണൻ തന്നെയാണ്, വിഗ്രഹം മുഴുവൻ ഇല്ല, അത്രയ്ക്കും ഉള്ള ഒരു ഉണ്ണിയാണ്. അപ്പോൾ നല്ല രസമായിട്ടുണ്ട്. ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ എന്തൊരു രസമാച്ചിട്ടാ. നമ്മളെല്ലാവരെയും നോക്കിയിട്ട് ആ പൊന്നോടക്കുഴലിങ്ങനെ വിളിച്ചു തരികയാണ്. ആ ഗാനങ്ങളൊക്കെ നിങ്ങളൊക്കെ കേൾക്കണില്ലേ? ആ മായയിൽ, അതായത് തൻ്റെ മായയിൽ നിങ്ങളൊക്കെ അലിഞ്ഞിട്ട് ചേരുമല്ലേ എന്നൊക്കെയാണ് ഇപ്പോൾ ആ ഒരു വിളിയിലുള്ളതേ. ആ മുഖത്തെ പുഞ്ചിരിയിലിതാണ് ഞാൻ എല്ലാവരും മയക്കാന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ തിരുനെറ്റിയിൽ നോക്കുമ്പോൾ നല്ലൊരു ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്, അതേപോലെ തിരുമുടിമാല കെട്ടിയിട്ടുണ്ട്, പീലി ഉണ്ടാക്കി ചാർത്തിയിട്ടുണ്ട് കളഭം കൊണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ 2 തിരുമുടിമാല ഉണ്ട്. അതെങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയും കൂടി ഉള്ളതൊന്നും, പിന്നെ തെച്ചിയും തുളസിയും കൂടി ഉള്ളതും, അങ്ങനെ 2 തിരുമുടിമാലകൾ. പിന്നെ ഉള്ള 2 ഉണ്ടമാലയുണ്ട്. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വലിയ തെച്ചി കൊണ്ടുള്ള മാല, ആ തെച്ചിയുടെ മാലയുടെ അടിയിൽ കുറച്ച് തുളസിയുണ്ട്. അങ്ങനെ ഒരെണ്ണം നല്ല തിക്കായിട്ടുണ്ട്. ഉണ്ണിക്കണ്ണൻ്റെ കാൽപാദത്തിൻ്റെ അവിടെയാണ് ഈ തുളസി വന്നിട്ടുള്ളത്, ബാക്കിയൊക്കെ തെച്ചി. അപ്പോൾ നേരെ വേറിട്ട് കാണാൻ പറ്റും. പിന്നെ ഒന്നുള്ളത് എന്താ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയും തുളസിയും അതേമാതിരി അവിടെയും തുളസി താഴത്ത് അങ്ങനെ ഉണ്ട്. അങ്ങനെ 2 തിരുമുടിമാലയും 2 ഉണ്ടമാലയും ചാർത്തിയിട്ട് നമ്മുടെ പൊന്നോടക്കുഴലുമായിട്ട് ഉണ്ണിക്കണ്ണൻ അങ്ങനെ വിളിച്ച് നിൽക്കുകയാണ്. ആ ഗാനാലാപനത്തിലാണ് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും, നമ്മളിപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ് എന്നങ്ങനെ സങ്കല്പിച്ചോളൂ. എല്ലാവരും വന്നോളൂ. അങ്ങനെ കണ്ട് ഭഗവാനെ കണ്ട് തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുതോളൂ കേട്ടോ. നേരിട്ട് തൊഴുന്ന പോലെ തന്നെ മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ ആ ഭഗവാനെ, ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രാർത്ഥനകളൊക്കെ കൈക്കൊള്ളും. അങ്ങനെ അവിടുന്ന് അതിന് ശേഷം നമ്മളിങ്ങനെ ഇറങ്ങി
അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആലിലക്കണ്ണനെയും സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അതിനുശേഷം നമ്മൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. അങ്ങനെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോന്ന് ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ അതിന് ശേഷം മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദവും ഒക്കെ വാങ്ങിയിട്ട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപത്തിനൊക്കെ കണ്ടു തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴുക. പിന്നീട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ നരസിംഹസ്വാമി നമ്മളെ അങ്ങനെ അനുഗ്രഹിക്കുന്ന ആ ഒരു ഇതിൽ കാണാം. അതിനുശേഷം ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനും ഒക്കെ കാണാം. പിന്നെ മുരുകനെയും കണ്ട് തൊഴുതാം. അങ്ങനെ വന്ന് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ നേരെ താമരക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നീട് അവിടെ നിന്ന് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ കൊടിമരം ഇങ്ങനെ തിളങ്ങണ കാണാം. അത് കഴിഞ്ഞ ആ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയിൽ ആ കെടാവിളക്ക് ഇങ്ങനെ കത്തുണ്ടാവും. അതൊക്കെ കണ്ട് കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങിയിട്ട് എടത്തരികത്ത് കാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ മുന്നിലെത്തിയിട്ട് അമ്മയെ കണ്ടു തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് തൊഴുത് നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞ് നിന്ന് മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമുക്ക് മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മൾ അവിടുന്ന് വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും നമുക്ക് ആ ചെറിയ പൊന്നുണ്ണിക്കണ്ണനെ കുഞ്ഞികൃഷ്ണനെ കണ്ടു തൊഴാനായിട്ട് ഒന്നും കൂടി ശ്രമിക്കുക. അപ്പോൾ അവിടെ നിന്ന് തൊഴുത് നമസ്കരിക്കാം. ആ ഓടക്കുഴൽ വിളിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാല് വിണച്ച് വെച്ചിട്ട് അങ്ങനെ അത് കണ്ട് തൊഴുത് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ വന്ന് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങനെ വന്ന് നേരെ നമ്മൾ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് അങ്ങനെ പോകുന്ന ഭഗവതി നടയിലും ആ കിഴക്കേ നടയിൽ വന്നിട്ട് വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. പിന്നീട് തെക്കേ നടയിൽ വന്നിട്ട് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക.
അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.